അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പുതിയ ലോകത്ത് ഉത്തരവാദിത്ത ബോധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ടുന്നൊരു കാര്യം. ഓരോരുത്തരും അവരവരുടെ ദൗത്യ നിർവഹണത്തെപ്പറ്റി എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്ന് വിലയിരുത്താനുള്ള ഒരു അവസരം അത് ജീവിതത്തിലെ ഏറ്റവും വലിയ വിലപ്പെട്ട നിമിഷമായിരിക്കും ആ ഒരു സമയം. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ലാഭം എന്താണ് എന്ന് ആ ഒരു സമയത്ത് നമുക്ക് ബോധ്യപ്പെടും. നമ്മളൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടവരാണല്ലോ. പലർക്കും പല തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് മക്കളോട് വലിയ ഉത്തരവാദിത്വമുണ്ട്. അതവർ നിർവഹിക്കണം. അതവർ നിർവഹിക്കാത്ത പക്ഷം അവരും നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എല്ലാവരും ഓരോ ഭരണാധികാരികളാണ്. എല്ലാവരോടും അവനവൻ്റെ ഭരണത്തെക്കുറിച്ച് നാളെ അള്ളാഹു ചോദിക്കും. അള്ളാഹു ചോദിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് കൃത്യമായിട്ട് ആ കാര്യം നാം എങ്ങനെ നിർവഹിച്ചു എന്നുള്ളത് റബ്ബിനോട് പറയേണ്ടി വരും. അത് നിർവഹിക്കാനാണ് അല്ലാഹു തആല നമ്മളെ ആ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കളെ വിദ്യാഭ്യാസം നൽകുക, അവനെ നല്ല രൂപത്തിൽ വളർത്തുക, അവനിക്ക് അവൻ്റെ ചിലവുകളൊക്കെ നിർവഹിക്കുക എന്നിത്യാദി കാര്യങ്ങൾ. പക്ഷേ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, എല്ലാവരിലും അല്ല, കുറച്ചു ആളുകളിലെങ്കിലും വസ്ത്രം, ഭക്ഷണം, മറ്റുള്ളതൊക്കെ നമ്മൾ നമ്മളെ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ മക്കളെ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അപജയമായിട്ട് തോന്നുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിലാവട്ടെ, അവരുടെ വ്യക്തി ജീവിതത്തിലാവട്ടെ, അവരുടെ സ്വഭാവ രൂപീകരണത്തിലാവട്ടെ നാം എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഇത് കേൾക്കുന്ന ഓരോ രക്ഷിതാവും വിലയിരുത്തട്ടെ. അവിടെയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിലൂടെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, ഒരു മുസ്ലിം മരണപ്പെട്ടാൽ 3 കാര്യം അല്ലാത്തൊക്കെ മുറിഞ്ഞുപോയി. 3 കാര്യം മുറിയുന്നില്ല. ഒന്നാമത് ഉപകാരപ്പെടുന്ന അറിവാണ്, അത് മുറിയൂല. രണ്ടാമത് ജാരിയ സ്വതക്ക,
അത് മുറിയൂല. മൂന്നാമത് പറഞ്ഞത് വലതുൻ സ്വാലിഹുൻ യദൂലു, തനിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മകൻ്റെ പ്രാർത്ഥന, അത് മുറിയുകയില്ല. അതും നമ്മളെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അപ്പം നമ്മൾ ആ മക്കളെ ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ വളർത്തിയെടുത്താൽ അവർ സ്വാലിഹ്യങ്ങളാകും. മകൻ്റെ പ്രാർത്ഥന എന്നല്ല ഹദീസിൽ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സ്വാലിഹായ മകൻ്റെ പ്രാർത്ഥന. അവൻ മകൻ സ്വാലിഹാകുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രധാനം. എങ്ങനെയാണ് സ്വാലിഹാകുക? മകൻ എങ്ങനെ സ്വാലിഹാകും? മകന് കൃത്യമായിട്ടുള്ള ഒരു തർബിയത്ത് നടത്തുക. അറബിയിൽ പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിലേക്ക് നമ്മളതിനെ മാറ്റുമ്പോൾ അവനെ പോറ്റി വളർത്തുക, വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കുക, അതവ് പഠിപ്പിക്കുക, സൽസ്വഭാവം നമ്മൾ കാണിച്ചു കൊടുത്ത് അവനിലൂടെ നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക. നമ്മളിലൂടെ അവനൊരു മാതൃക ഉണ്ടാകണം പല വിഷയങ്ങളിലും. ഒരു കുട്ടിയുടെ ആദ്യത്തെ മതപാഠശാല അല്ലെങ്കിൽ പാഠശാല എന്ന് പറയുന്നത് അവൻ്റെ വീടാണ്. വീട്ടിൽ അവൻ്റെ മാതാവുണ്ട്, പിതാവുണ്ട്. അവരിലൂടെ അവൻ വലിയൊരു പഠനം നടത്തുന്നുണ്ട്. നോക്കൂ, നമ്മളെ കുട്ടികൾ ഭാഷ പഠിക്കുന്നു. മലയാളിയായ രക്ഷിതാവിൻ്റെ ബാപ്പയുടെയും ഉമ്മയുടെയും കുട്ടി മലയാളം പഠിക്കണം. എന്തുകൊണ്ട്? ആ കുട്ടിയെ നമ്മളെവിടെയും ഒരു സ്കൂളിലും ചേർത്തിട്ടല്ല ആ കുട്ടി ഭാഷ പഠിക്കുന്നത്. ആ കുട്ടി നമ്മളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ്. തമിഴ് മാതാവിനും പിതാവിനുള്ള കുട്ടി തമിഴാണ് പഠിക്കുന്നത്. അറബി മാതാവും അറബി പിതാവിനുള്ള കുട്ടി അറബിയാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്ന് വലിയൊരു പാഠം മക്കൾ ഉൾക്കൊള്ളുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ പോകരുത്. അതുകൊണ്ട് അതാണ് നമ്മുടെ ലാഭം. ഇതൊക്കെ ദുന്യാവിൻ്റെ അലങ്കാരങ്ങളാണ്. മക്കൾ, സമ്പത്ത് എന്നൊക്കെ പറഞ്ഞത് അത് നല്ല രൂപത്തിലേക്ക് നമ്മൾ ആക്കിയെടുത്താൽ നാളെ പരലോകത്ത് നമുക്കത് ഉപകരിക്കും. അൽ മാലു അൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. മക്കൾ, സമ്പത്തൊക്കെ ദുന്യാവിൻ്റെ അലങ്കാരങ്ങളാണ്. അത് നല്ല രൂപത്തിൽ അതിനെ നമ്മൾ പരിപാലിച്ചെടുത്താൽ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇത് നമ്മളിൽ അർപ്പിക്കപ്പെട്ട വലിയ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധവും ചിന്തയും നമ്മളിൽ എപ്പോഴും ഉണ്ടാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.